ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇൻട്രൊഡക്ഷൻ ടു ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള റെഡ് റോസ് ബൺസിൻ്റെ അതിലെ essay ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോലും കുറച്ച് റിസ്ക് ആണ്. ഇഫ് യു ഗൈസ് വാണ്ട് ദാറ്റ് എക്സ്പ്ലനേഷൻ ഇൻ മലയാളം അത് കമൻറ്റ് ചെയ്ത് അറിയിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് ചെയ്യാം. എനിവേ, essay ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. എക്സാമിൻ ദ സ്പീക്കേഴ്സ് ഡിക്ലറേഷൻ ഓഫ് ലവ് ഇൻ എ റെഡ് റോസ്. എങ്ങനെയാണ് സ്പീക്കർ തൻ്റെ പ്രണയത്തെ ഡിക്ലെയർ ചെയ്യുന്നതിന് ഡിക്ലറേഷൻ നടത്തുന്നത്? ഇൻ എ റെഡ് റോസ് റോബർട്ട് ബേൺസ് പ്രസൻറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ലവ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ലവ് ഡിക്ലറേഷനുകളിൽ പെട്ട ഒന്നാണ് റോബർട്ട് ബേൺസ് റെഡ് റോസിലൂടെ നടത്തുന്നത്. ദ പോം എക്സ്പ്രസസ് എ ലവ് ദാറ്റ് ഈസ് പ്യൂർ, സ്ട്രോങ് ആൻഡ് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വളരെ സംശുദ്ധമായിട്ടുള്ള പ്രണയമാണ് ഇവിടെ പോയം എക്സ്പ്രസ് ചെയ്യുന്നത്. ദ സ്പീക്കേഴ്സ് വേർഡ്സ് ആർ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ബട്ട് ദ ക്യാരി ഡീപ് ഫീലിങ്സ്, പക്ഷേ വളരെ ആഴത്തിലുള്ള ഫീലിങ്സ് അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഹിസ് ലവ് ഈസ് കമ്പയർഡ് ടു എ റെഡ് റോസ്. തൻ്റെ പ്രണയത്തെ സ്പീക്കർ കമ്പയർ ചെയ്യുന്നത് ഒരു ചുവന്ന പനിനീർ പൂവിനോടാണ്. ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഷോയിങ് ബോത്ത് പാഷൻ ആൻഡ് ടെൻഡർനെസ്. അപ്പോൾ ഈ റെഡ് പനിനീർ പൂവ് എന്ന് പറഞ്ഞാൽ അത് ഫ്രഷ് ആണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ഇതെന്തിനാണ് കാണിക്കുന്നത്? ഈ പ്രണയത്തിൻ്റെ പാഷനും അതുപോലെ തന്നെ ടെൻഡർനെസ്, ഒരു ഫ്രഷ്നെസ് അല്ലെ, ഒരു നൈർമല്യതയുമാണ് കാണിച്ചു തരുന്നത്. ഫ്രം ദ ബിഗിനിങ് സ്പീക്കേഴ്സ് ടോൺ ഈസ് ഫുൾ ഓഫ് അഡ്മിറേഷൻ. തുടക്കത്തിൽ വളരെ അഡ്മിറേഷൻ രൂപത്തിലാണ് ടോൺ ഉള്ളത്, വളരെയധികം എനർജിയുള്ള, വളരെയധികം അഡ്മയർ ചെയ്യുന്ന രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി സേസ്, ഓ മൈ ലവ് ഹീസ് ലൈക്ക് എ റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ. ജൂണിൽ വിരിഞ്ഞിട്ടുള്ള ഒരു പുതിയ ചുവന്ന പനിനീർ പൂവാണ് തൻ്റെ പ്രണയം, അതുപോലെയാണ് തൻ്റെ പ്രണയം. ദിസ് കമ്പാരിസൺ ഷോസ് ദാറ്റ് ഹിസ് ലവ് ഈസ് ആസ് ന്യൂ ആൻഡ് ലൈവ്ലി ആസ് എ ഫ്രഷ്ലി ബ്ലൂംഡ് ഫ്ലവർ. ഇപ്പോൾ തന്നെ വിരിഞ്ഞിട്ടുള്ള ഒരു പൂവിനെ പോലെ, പനിനീർ പൂവിനെ പോലെ അത്രത്തോളം ലൈവായിട്ടുള്ള, സജീവമായിട്ടുള്ള, അത്രത്തോളം പുതിയതായിട്ടുള്ള ഒരു പ്രണയമാണ് അദ്ദേഹത്തിനുള്ളത്. ഇറ്റ് സജസ്റ്റ് ഫ്രഷ്നെസ്, ബ്യൂട്ടി ആൻഡ് ഇന്നസെൻസ്. ഇത് ഒരു ഫ്രഷ്നെസ്സും സൗന്ദര്യവും അതുപോലെ തന്നെ നിഷ്കളങ്കതയും എല്ലാം തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. ദ യൂസ് ഓഫ് ദ റോസ്, എ കോമൺ സിമ്പിൾ ഓഫ് ലവ്, മേക്സ് ഹിസ് ഇമോഷൻസ് ഫെമിലിയർ ആൻഡ് യൂണിവേഴ്സൽ. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലവ് ഇമേജറിയാണ്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇമേജറിയാണ് പനിനീർ പൂവ് എന്നുള്ളത്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് വളരെ ഫെമിലിയർ ആയിട്ട് യൂണിവേഴ്സലായിട്ട് വായനക്കാർക്ക് തോന്നിക്കുന്നു. ദ സ്പീക്കർ ഓൾസോ കമ്പയർസ് ഹിസ് ലവ് ടു എ മെലഡി, സേയിങ്, ഓ മൈ ലവ് ഈസ് ലൈക്ക് ദ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ. ട്യൂണിൽ പ്ലേ ചെയ്യുന്ന ഒരു മധുരമൂറുന്ന മെലഡി പോലെയാണ് തൻ്റെ പ്രണയമെന്നും കവി പറയുന്നുണ്ട്. This image adds a musical quality, suggesting harmony and joy. It makes the poem sound like a song of love, one that feels alive and full of warmth. വളരെ ചെറിയ പ്രണയത്തിൻ്റെ സജീവതയുള്ള, ജീവൻ്റെ തുടിപ്പുള്ള ഒരു പ്രണയഗാനമായിട്ടാണ് ഈ ഒരു പോയത്തെ കവി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന് ഹാർമണിയുണ്ട്, അതിൽ സന്തോഷമുണ്ട്, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയുമുണ്ട്. ഓക്കെ, then however as the poem continues we sense both joy and sadness. ഇങ്ങനെ കവിത ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ സന്തോഷവും സങ്കടവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. The speaker promises to love his beloved until impossible things happen. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന കാലത്തോളം തൻ്റെ പ്രണയിനിയെ സ്നേഹിക്കുമെന്ന് കവി പറഞ്ഞു വെക്കുന്നതാണ്. till the seas gang dry and the logs melt with the sun. ദീസ് ആർ ഹൈപ്പർബോലേസ്. ഇത് ഹൈപ്പർബോലകളാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെ, കടൽ വറ്റുന്നത് വരെ, സൂര്യൻ്റെ ചൂടേറ്റ് പാറകൾ ഉരുകുന്നത് വരെ തൻ്റെ പ്രണയം ഉണ്ടാകും. ഇത് ഹൈപ്പർബോലേസ് ആണ്, അല്ലെങ്കിൽ എക്സാജറേഷൻസ് ആണ്. ദാറ്റ് ഷോ ഹൗ ഡീപ്പ് ആൻഡ് അൺഎൻഡിങ് ഹിസ് ലവ് ഈസ്. തൻ്റെ പ്രണയത്തിൻ്റെ അനശ്വരത കാണിക്കുന്നതാണ് ഈ വരികളിലൂടെ, അല്ലെങ്കിൽ ഇത്തരം കമ്പാരിസണിലൂടെ കവി ചെയ്യുന്നത്. ബൈ യൂസിങ് ദീസ് ഇമേജസ് ഓഫ് നാച്ചർ ദ പോയറ്റ് കണക്ട്സ് ലവ് വിത്ത് ദ എറ്റേണൽ ആൻഡ് പവർഫുൾ ഫോഴ്സസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പവർഫുൾ ഫോഴ്സസിനോട്, അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ടുള്ള ലോകത്തിൻ്റെ ഫോഴ്സിനോട് കണക്ട് ചെയ്യുകയാണ് തൻ്റെ പ്രണയത്തെ കവി ചെയ്യുന്നത്. ദ ഫൈനൽ സ്റ്റാൻസ ബ്രിങ്സ് എ ടച്ച് ഓഫ് സാഡ്നെസ്. അവസാനത്തെ സ്റ്റാൻസ ഒരു സങ്കടത്തിൻ്റെ ഒരു ടച്ച് കൊണ്ടുവരുന്നുണ്ട്. സ്പീക്കർ മസ്റ്റ് ലീവ് ഹിസ് ബിലവഡ് ഫോർ എ വൈൽ. കുറച്ച് കാലത്തേക്ക് അവൻ പ്രണയിനിയെ പിരിഞ്ഞിരുന്നേ പറ്റൂ. ബട്ട് ഹി പ്രോമിസസ് ടു റിട്ടേൺ ഈവൻ ഇഫ് ദ ജേർണി ഈസ് 10,000 മൈൽ. 10,000 മൈലുകൾക്കപ്പുറമാണ് യാത്ര താൻ പോകുന്നതെങ്കിലും കൂടി താൻ വരുമെന്ന ഒരു ഉറപ്പാണ് പ്രണയിനിക്ക് കവി കൊടുക്കുന്നത്. കുറച്ച് നേരത്തേക്ക് ഒരു ഫോർ എ വൈൽ അവർക്ക് പിരിഞ്ഞിരിക്കേണ്ടതുണ്ടെങ്കിലും വളരെ ദൂരം പോയാലും താൻ തിരിച്ചു വരുമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഒരു സത്യ വാക്കാണ് കവിയുടെ കൊടുക്കുന്നത്. ദിസ് ഷോസ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഡിവോഷൻ. തൻ്റെ വിശ്വാസത്തിൻ്റെയും തൻ്റെ സമർപ്പണത്തിൻ്റെയും
ശക്തിയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. ഹിസ് ലവ് ഈസ് നോട്ട് ടെമ്പററി ഓ വീക്ക്. തൻ്റെ പ്രണയം എന്തല്ല, ടെമ്പററി, അതായത് അശാശ്വതമോ അല്ലെങ്കിൽ വീക്കോ അല്ല. ഇറ്റ് വിൽ ലാസ്റ്റ് ത്രൂ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. സമയകാല പരിധികൾക്കപ്പുറം അതിജയിച്ച് നിൽക്കുന്നതാണ് തൻ്റെ പ്രണയമെന്നാണ് കവി അല്ലെങ്കിൽ സ്പീക്കർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ബേൺസ് ലാംഗ്വേജ് ഇസ് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് വിച്ച് മേക്സ് ദ ഡിക്ലറേഷൻ ഓഫ് ലവ് ഫീൽ ജെനുവിൻ. വളരെ ജെനുവിനായി തോന്നിക്കുന്ന രൂപത്തിൽ സിമ്പിളും ഡയറക്റ്റുമാണ് ബേൺസിൻ്റെ ലാംഗ്വേജ്. ദ റിതം ആൻഡ് റൈം ഗീവ് ദ പോം മ്യൂസിക്കൽ ടോൺ. ഒരു മ്യൂസിക്കൽ ടോൺ നൽകുന്നുണ്ട് ഋതവും റൈമും. ലൈക്ക് എ സോങ് ദാറ്റ് കം സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന് നേരെ വരുന്ന ഒരു ഗാനം പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. ത്രൂ നാച്ചുറൽ ഇമേജറി, റെപ്പിറ്റേഷൻ ആൻഡ് soft sound patterns, Burns captures the beauty of love, both its sweetness and its pain. അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ വേദനയും പ്രണയത്തിൻ്റെ സന്തോഷവും അതിൻ്റെ മാധുര്യവും എല്ലാം തന്നെ കവി മുന്നോട്ട് വെക്കുന്നുണ്ട്, പകർത്തി വെക്കുന്നുണ്ട്. ഇൻ ദ എൻഡ് എ റെഡ് റോസ് ഈസ് മോർ ദാൻ എ റൊമാൻറ്റിക് പോം. ഇറ്റ് ഈസ് ടൈംലെസ് പ്രോമിസ് ഓഫ് ലവ് ദാറ്റ് നെവർ ഫേഡ്സ്. ഒരിക്കലും മായാത്ത പ്രണയത്തിൻ്റെ വാഗ്ദത്തമാണ് ഇവിടെ ഈ റൊമാൻറ്റിക് പോയം എ റെഡ് റോസ്. ദ സ്പീക്കർസ് ഡിക്ലറേഷൻ ടച്ചസ് റീഡേഴ്സ് ബിക്കോസ് ഇറ്റ് എക്സ്പ്രസസ് what everyone hopes for, a love that remains true, beautiful and strong forever. So we'll move on to the second question. Analyze the poetic devices used by Robert Burns, Errol Rose, and discuss how they enhance the poem's themes and emotional impact. Robert Burns uses many poetic devices in Errol Rose to make the poem musical, emotional and memorable. These include simile, metaphor, imagery, repetition and hyperbole. ഇത്തരം poetic devices ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Each one adds to the poem's beauty and helps the reader feel the depth of the speaker's love. എന്താണ്, സ്പീക്കറിൻ്റെ പ്രണയത്തിൻ്റെ ആഴം കാണിക്കുന്നതിനാണ് ഇത്തരം പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ദ പോം ബിഗിൻസ് വിത്ത് സിമിലീസ്. സിമിലികൾ നിങ്ങൾ നോക്കൂ. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്, മൈ ലവ് ഈസ് ലൈക്ക് എ മെലഡി. ദിസ് കമ്പാരിസൺ മേക്ക് ലവ് ഫീൽ റിയൽ ആൻഡ് വിവിഡ്. വളരെ വ്യക്തവും വളരെ റിയലുമായിട്ട് തോന്നിക്കുന്നതിനാണ് ഇത്തരം യൂസേജുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. ദ റോസ് സ്റ്റാൻഡ്സ് ഫോർ പാഷൻ ആൻഡ് ബ്യൂട്ടി വൈൽ ദ മെലഡി സജസ്റ്റ് ഹാർമണി ആൻഡ് ജോയ്. ടുഗദർ ദേ എക്സ്പ്രസ് ബോത്ത് ഇമോഷണൽ ആൻഡ് മ്യൂസിക്കൽ nature of love. ഇനി രണ്ടാമത്തെ നോക്കൂ, imagery is another strong feature. Burns uses natural images like the seas, rocks and the sun to describe eternal love. തൻ്റെ അനശ്വരമായ പ്രണയത്തെ വിവരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ബേൺസ് യൂസ് ചെയ്യുന്ന മറ്റൊരു poetic device ആണ് ഇമേജറി എന്നുള്ളത്. These powerful pictures of nature show that love is not small or weak. It is as strong as the earth and sea. The image of the rose also reminds the reader that love is beautiful but can fade, giving the poem a sense of tenderness and fragility. ഒരു നശ്വരതയും അല്ലെങ്കിൽ ടെൻഡർനെസ്സും നൽകുന്നതിനായിട്ട് റോസ് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. അത് ഫ്രഷാണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ്, അതേസമയം ഫ്രജൈലുമാണ്. ഏത് സമയം നശിച്ചു പോകാവുന്ന ഒരു കാര്യവുമാണ് ഇത് പൂവുള്ളത്. അപ്പോൾ പ്രണയത്തിനും ഇത്തരത്തിലുള്ള ഒരു വൾണറബിലിറ്റി ഉണ്ട്, ഒരു ഫ്രജിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുകയാണ്. മൂന്നാമത്തെ നോക്കൂ, repetition is used to create a rhythm and emotion. Phrases such as "and I love thee still my dear" repeat throughout the poem. ഇത് ഇങ്ങനെ ഒരു റെഫ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഷോയിങ് ദ സ്പീക്കർ സ്റ്റഡി ആൻഡ് ഫെയ്ത്ത്ഫുൾ ഹേർട്ട്. തൻ്റെ സ്പീക്കറിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഹൃദയങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും കുലുങ്ങാത്ത ഹൃദയത്തെ കാണിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ദ മ്യൂസിക്കൽ റിതം മേക്സ് ദ പോം സൗണ്ട് ലൈക്ക് എ ലവ് സോങ്, ഈസി ടു റിമെമ്പർ ആൻഡ് ഫുൾ ഓഫ് ഫീലിംഗ്. ഈ ഒരു റിതം ഈ ഒരു കവിതയെ ഒരു ലവ് സോങ് പോലെ ആക്കുന്നുണ്ട്. ഹൈപ്പർ പോലെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് ഫൈനലി യൂസസ് ഡയലക്ട്സ്. ഇവിടെ ഡയലക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കോട്ടിഷ് വേർഡ്സ് ലൈക്ക് ലവ്, ഗാങ്, ബോണി ലാസ് adds a warm personal touch. It makes the poem sound honest and close to the heart, not distant or formal. ഈ ഒരു ഇത്തരത്തിലുള്ള ഡയലക്റ്റ് യൂസ് ചെയ്യുന്ന സ്കോട്ടിഷ് ഡയലക്റ്റ് ഇത് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട്, അതിൽ തന്നെ ഡിസ്റ്റൻസ് അല്ല അല്ലെങ്കിൽ ഫോമൽ അല്ല തൻ്റെ ഈ പ്രണയം എന്ന് കാണിക്കുന്നതിനായിട്ട് ബേൺസ് യൂസ് ചെയ്തതാണ്. ത്രൂ ഓൾ ദീസ് poetic devices, Burns turns a simple message, the promise of love, into something powerful and universal. The imagery of nature, the rhythm of song, and the heartfelt words together make A Red Rose one of the most touching and memorable love poems ever written. എഴുതപ്പെട്ടിട്ടുള്ള ഇതുവരെ കാലത്തിനപ്പുറം എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആക്കി കണക്കാക്കാവുന്ന വൺ ഓഫ് ദ പോയംസ് ആയിട്ടാണ് കവി ഈ ഒരു പോയത്തെ അവതരിപ്പിക്കുന്നത്. അതിനുള്ള റീസൺസ് ആണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുള്ള ഡയലക്റ്റ്, ഹൈപ്പർബോലെ, റെപ്പറ്റീഷൻ, ഇമേജറി, സിമിലി പോലെയുള്ള പോയറ്റിക് ഡിവൈസസ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് ഇതിന് താഴെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അറിയിക്കുക. So do subscribe to this channel if you want to receive this kind of lecture and question answer analysis videos. So guys, bye for now. Thank you.